ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം 2026 വരുന്ന വ്യാഴ സംക്രമത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ദേവഗുരു എന്നറിയപ്പെടുന്ന വ്യാഴം വേദജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളിലൊന്നാണ്. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമായിട്ടാണ് അറിയപ്പെടുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്നത് ഏറ്റവും പവിത്രമായിട്ടാണ് കണക്കാക്കുന്നത്. വ്യാഴദൃഷ്ടി പതിക്കുന്ന രാശികൾ വളരെയധികം സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും. അത് സന്തോഷവും സമ്പത്തുമൊക്കെ വർദ്ധിപ്പിക്കും. പിന്നെ വ്യാഴം സന്താനം, ദൈവാനുഗ്രഹം, സമ്പത്ത്, അറിവ് എന്നിവയുടെയൊക്കെ കാരകഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വർഷം വ്യാഴസംക്രമണം 2026 ജൂൺ 2 രാവിലെ 6:30 മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കപ്പെടും. ചന്ദ്രക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ വ്യാഴം പ്രവേശിക്കുമ്പോൾ തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം പെട്ടെന്ന് വർദ്ധിക്കും. അതിനുള്ള പ്രധാന കാരണം കർക്കിടകം ഒരു ശുഭഗ്രഹത്തിൻ്റെ രാശി ആയതുകൊണ്ടും പിന്നെ വ്യാഴത്തിൻ്റെ ഉച്ചരാശി ആയതുകൊണ്ടുമാണ്. വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തൻ്റെ ഉച്ചഫലങ്ങൾ നൽകാൻ തുടങ്ങുന്നു. 2026 വ്യാഴസംക്രമം വളരെ പ്രധാനപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒരു സംക്രമണമായിരിക്കും. അത് നിങ്ങളുടെ രാശിയിൽ എങ്ങനെയുള്ള ഫലമാണ് ഉണ്ടാവുക എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം. മീനക്കൂറിൽ വരുന്ന പൂരോരുട്ടാതി, 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും സ്വന്തം രാശ്യാധിപനും 10-ാം ഭാവാധിപനുമായ വ്യാഴം 4-ാം ഭാവത്തിൽ നിന്ന് 5-ാം ഭാവത്തിലേക്ക്, അതായത് പൂർവ്വ പുണ്യസ്ഥാനത്തേക്ക് ഉച്ചസ്ഥനായിട്ട് ആണ് സംക്രമിക്കുന്നത്. മീനം രാശിയിലേക്കും ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിലേക്കും സർവാഭിഷ്ടസ്ഥാനമായ 11-ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടി പതിക്കുന്നുണ്ട്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയക്കാലമാണ്. അടുത്ത 1 വർഷക്കാലം കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. താൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രമോഷൻ ലഭിക്കുന്നതിനും സ്ഥാനമാറ്റം, സ്ഥലം മാറ്റം എന്നിവയും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. സർക്കാർ സംബന്ധിച്ച ആനുകൂല്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. പിന്നെ സർക്കാർ ജോലിക്കായി നീണ്ടകാലമായി പരീക്ഷകളും ഇൻ്റർവ്യൂകളും ഒക്കെ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് ആഗ്രഹം സാധിച്ചു കിട്ടുന്ന സമയക്കാലമാണ്. പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തന്നെ വർദ്ധിച്ചു നിൽക്കും. വിദേശത്തേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകും. പ്രത്യേകിച്ച് പറയാനുള്ളത് ആരോഗ്യകാര്യത്തെപ്പറ്റി തന്നെയാണ്. ഇതുവരെ ആരോഗ്യപരമായി പ്രശ്നങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അവയെല്ലാം മാറിക്കിട്ടും. ചികിത്സകളൊക്കെ ഫലിക്കാതിരുന്നവർക്ക് ചികിത്സകൾ ഫലിച്ചു തുടങ്ങും. ആരോഗ്യവും ആയുസ്സും ഗുണപ്രദമായിരിക്കും. ഒരുപാട് നാളുകളായി സന്താനങ്ങൾ ഉണ്ടാകാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിന് വളരെ അനുയോജ്യമായ ഒരു സമയക്കാലമാണ്. ഇത് 12 വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ ഭാഗ്യം തേടിയെത്തുകയുള്ളൂ. ഈ സമയം ശരിയാവണ്ണം പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. സന്താനപ്രാപ്തിക്കായി ഒരു ചെറിയ പരിഹാരം കൂടി ചെയ്ത ശേഷം ചികിത്സകൾ ഈ പരിഹാരത്തിന് ശേഷം ആരംഭിക്കാവുന്നതാണ്. പരിഹാരം എന്താണെന്ന് പറയാം. വ്യാഴം സന്താനകാരകനാണ്. സന്താനകാരകനായ വ്യാഴം കർക്കിടകൻ രാശിയിലുള്ള പൂയം നക്ഷത്രത്തിൽ ഉച്ചസ്ഥനാകും. ഇതേ രാശിയിൽ വീര്യത്തിൻ്റെ കാരകനായ കുജന് നീചം സംഭവിക്കും. വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ വീര്യത്തിൻ്റെ കാരകനായ കുജന് നീചഭംഗം കൊടുത്ത് വീര്യക്കുറവ് സംഭവിച്ചിട്ടുള്ളവർക്ക് ഈ സമയം ശരിയായ ചികിത്സകളൊക്കെ ചെയ്താൽ ഫലപ്രാപ്തിയിൽ എത്താൻ കഴിയും.
അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദമ്പതി സമേതരായി ചെന്ന് വേൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വന്നാൽ സന്താനഭാഗ്യമുണ്ടാകും. സാധിക്കുമെങ്കിൽ തിരുച്ചെന്തൂർ മുരുകനെ പോയി ദർശിച്ച് വേൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ വളരെ ഉത്തമമാണ്. പിന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനൊക്കെ ആകും. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനായാസേന സാധ്യമാവുന്നതാണ്. അതേപോലെ വിദേശത്ത് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹമൊക്കെ സാധിച്ചു കിട്ടും. അങ്ങനെ താൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന ഒരു സമയക്കാലം. ജ്യേഷ്ഠ സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും. ബുദ്ധിപൂർവം തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനാകും. മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. പുതിയതായി പ്രണയബന്ധം ഉടലെടുക്കാനും ഇടയുണ്ട്. പ്രണയിതാക്കൾക്ക് തൻ്റെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട്. വിവാഹാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള അനുകൂലമായ വിവാഹബന്ധം വന്നു ചേരും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രയത്നിക്കേണ്ടതായിട്ടൊക്കെ വരും. അവരുടെ ഉന്നതിയിൽ സന്തോഷിക്കാനും ഇടവരും. നല്ല രീതിയിലുള്ള ഉപാസനയും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമനമുണ്ടാകും. പുതിയ നിക്ഷേപങ്ങളും ഉണ്ടാകും. ഏതൊരു പ്രവൃത്തിയിൽ ഇറങ്ങിത്തിരിച്ചാലും നേട്ടങ്ങൾ ഉണ്ടാകും. ലോട്ടറി, ഷെയർ മാർക്കറ്റ്, ഊഹക്കച്ചവടം എന്നിവയിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. സജ്ജനങ്ങളോട് ആദരവ് കാണിക്കുന്നതിനും പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനും ഇടയാകും. ധനധാന്യ വസ്ത്രാഭരണ ലാഭം, സുഖനിദ്ര, ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയും ഉണ്ടാകും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് പരിഹാരം കാണാനാകും. നാൽക്കാലി പരിപാലനം ഉള്ളവർക്ക് അവ ഗുണകരമായി തീരും. കൃഷിയിൽ നിന്നും ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. ജന്മരാശിയിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ 7.5 ശനിയിൽ ജന്മശനിയുടെ കാലഘട്ടമാണ് മീനൻ രാശിക്കാർക്ക്. വ്യാഴം ത്രികോണഭാവമായ 5-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സംക്രമിക്കപ്പെടുമ്പോൾ വ്യാഴത്തിൻ്റെ വിശേഷ ദൃഷ്ടിയാൽ ശനിയെ ദൃഷ്ടി ചെയ്യുമ്പോൾ ശനിയുടെ യാതൊരുവിധ ദോഷവശങ്ങളും മീനക്കൂറുകാർക്ക് അനുഭവപ്പെടുകയില്ല. ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും. വ്യാഴം അനുകൂല അവസ്ഥയിൽ വന്നു ചേരുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന ദൈവാധീനമുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയിലുള്ള വ്യാഴസ്ഥിതി ഗ്രഹങ്ങളുടെ ഭാവബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദോഷഭാവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണോ നിൽക്കുന്നത് എന്ന് നോക്കണം. അത് മനസ്സിലാക്കി വ്യാഴത്തിനുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുക. ഓരോരുത്തരുടെയും ജാതകാടിസ്ഥാനത്തിൽ പ്രതിവിധികളിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും പൊതുവായ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക, മഹാവിഷ്ണു പ്രീതി വരുത്തുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുകയാണെങ്കിൽ ജാതകവശാലുള്ള ചെറിയ തോതിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുകയും മുകളിൽ പറഞ്ഞ ശുഭഫലങ്ങൾ അനുഭവിക്കുവാനുമൊക്കെ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.